പണി എന്ന സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ സിനിമ കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സിനിമയുടെ തുടക്കത്തിൽ ഫിയർ ഈസ് എ റിയാക്ഷൻ, കറേജ് ഈസ് എ ഡിസിഷൻ ആൻഡ് ദ പെയിൻ ചേഞ്ചസ് പീപ്പിൾ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു കോട്ടാണിത്. ഭയം ഒരു പ്രതികാരമാണ്, ധൈര്യം ഒരു തീരുമാനവും. ഈ ഘട്ടം കഴിഞ്ഞാ പിന്നെ അടിപൊളിയാ. നമുക്ക് ഭയം തോന്നുമ്പോൾ എല്ലായ്പ്പോഴും നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കില്ല. എന്നാൽ ഭയം ഉള്ളപ്പോൾ തന്നെ എപ്പോഴും ധൈര്യത്തോടെ പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കാൻ കഴിയും. സിനിമയിലെ വില്ലന്മാരായ സാഗർ സൂര്യ അവതരിപ്പിച്ച ഡോൺ സെബാസ്റ്റ്യനും ജുനൈസ് അവതരിപ്പിച്ച സിജുവും ആരെയും പേടിയില്ലാത്ത, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. സിജു എന്ന കഥാപാത്രം വളരെ സൈലന്റ് ആണെങ്കിലും ഡോണിന് എല്ലാ കുറ്റകൃത്യവും ചെയ്യാൻ കൂടെ നിന്ന് ധൈര്യം കൊടുക്കുന്ന ഒരാളാണ് സിജു. പഴയ ഒരു ATM വെച്ചാണ് ആദ്യമായി ഡോണും സിജുവും ചേർന്ന് ഒരാളെ കൊല്ലുന്നത്. അയാളെ കൊന്ന ശേഷം ATM നിന്ന് ഇറങ്ങുമ്പോൾ ഡോണിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും സിജുവാണ്. സിനിമയുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോൾ ടൈറ്റിൽ ഒരു ചുറ്റികയും സ്ക്രൂ ഡ്രൈവറും കൊടുത്തിരിക്കുന്നതായി കാണാം. ഇത് രണ്ടും മെക്കാനിക്കുമാരായ വില്ലന്മാർ കൊണ്ടു നടക്കുന്ന ടൂൾസ് ആണ്. സിനിമയുടെ തുടക്കത്തിൽ വർക്ക്ഷോപ്പിൽ നിന്നിറങ്ങിയ വില്ലന്മാർ ബൈക്കിൽ സ്പീഡിൽ പോയി ഒരു മെയിൻ റോഡിലേക്ക് കയറുന്നുണ്ട്. ആ സമയം ഒരു BMW കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നുണ്ട്. ഇത് സിനിമയുടെ നായകനായ ജോജു ജോർജ് അവതരിപ്പിച്ച ഗിരിയുടെ കാറാണ്. ഗിരിയുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന സിജുവിനെയും ഡോണിനെയും ഈ ഷോട്ടിലൂടെ ഫോർഷാഡോ ചെയ്ത് കാണിക്കുകയാണ്. സിജുവിന്റെ സ്ഥലം കൊല്ലമാണെന്ന് പോലീസുകാരോട് പറയുന്നുണ്ട്. സിജുവിന്റെ ബൈക്കിലാണ് ഡോണും സിജുവും കറങ്ങി നടന്ന് ഓരോ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഇതൊരു ചേർത്തല രജിസ്ട്രേഷൻ ബൈക്കാണ്. പിന്നീട് കൊലപാതകം ചെയ്ത ശേഷം കിട്ടുന്ന കാശ് വെച്ച് പുതിയ ബൈക്ക് എടുക്കുമ്പോൾ അത് തൃശൂർ രജിസ്ട്രേഷൻ ആണെന്ന് കാണിച്ച് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഗിരിയുടെ വീട്ടുപേര് മംഗലത്ത് എന്നാണ്. ഗിരിയുടെ ഫാമിലിക്ക് മംഗലത്ത് എന്ന പേരിൽ ഒരുപാട് ബിസിനസ്സും സ്ഥാപനങ്ങളും ഉണ്ടെന്ന് പല സീനുകളിലായി കാണിക്കുന്നുണ്ട്. ഈ സീനിൽ സെറ്റിൽമെന്റ് നടത്താൻ ഡേവിയും ടീമും വന്ന ശേഷം ഡേവിയുടെ വൈഫ് ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നതായി കാണാം. അതിൽ അവർ മെയിൽ ചെക്ക് ചെയ്യുന്നതായും മെയിലിൽ മംഗലത്ത് ബിൽഡേഴ്സ്, മംഗലത്ത് റിയൽ എസ്റ്റേറ്റ് തുടങ്ങി മംഗലത്തിന്റെ ബിസിനസ് ഇമെയിലുകളാണ് അതെല്ലാം എന്ന് കാണാം. സിനിമയിൽ ഹോസ്പിറ്റലിൽ വെച്ച് പർദ്ദയിട്ട് വന്ന ശേഷം ലിഫ്റ്റിൽ വെച്ച് ഗിരിയുടെ അമ്മയെ സിജുവും ഡോണും ചേർന്ന് ആക്രമിക്കുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള ഈ ഷോട്ടിൽ വേഷം മാറി വന്ന ഡോൺ ഗിരിയുടെയും ഫാമിലിയുടെയും തൊട്ടു പിറകിൽ നിന്ന് തിരിഞ്ഞു നോക്കുന്നതായി കാണാം. സിനിമയുടെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ വില്ലന്മാരെ രണ്ടുപേരെയും കോടതി വളപ്പിൽ വെച്ച് തോളിൽ ആരോ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആരാണ് ചെയ്തത് എന്ന് കാണിച്ചിട്ടില്ലെങ്കിലും അത് ചെയ്തത് ഡേവിയുടെ ഭാര്യയായ ജയ ആണെന്ന് മനസ്സിലാക്കാം. കാരണം ഡേവി മരിച്ച ശേഷമുള്ള 3 മാസ കാലയളവിലുള്ള സീനുകൾ ഒരു പാട്ടായി കാണിക്കുമ്പോൾ ജയ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതായും അതുപോലെ പെർഫെക്റ്റ് സെന്ററിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നതായും ഗിരി അത് കണ്ട് ഇംപ്രസ്ഡ് ആവുന്നതായും കാണിക്കുന്നുണ്ട്. അതേപോലെ ക്ലൈമാക്സിൽ സിജുവും ഡോണും പൊട്ടിത്തെറിച്ച ശേഷം സിജുവിന്റെ ബാക്കി വന്ന കൈകൾ ജയ കൃത്യമായി ഷൂട്ട് ചെയ്യുന്നതായും കാണാം. ക്ലൈമാക്സ് കണ്ട പലർക്കും തോന്നിയ ഒരു സംശയമായിരിക്കാം സിജുവിനെയും ഡോണിനെയും കെട്ടിത്തൂക്കിയിട്ട ശേഷം അവർ എങ്ങനെ തനിയെ പൊട്ടിത്തെറിച്ചുവെന്ന്. അവർ പൊട്ടിത്തെറിക്കാൻ കാരണം അവരുടെ ശരീരത്തിനുള്ളിൽ ബോംബ് വെച്ചിരുന്നു എന്നതുകൊണ്ടാണ്. വെടിയേറ്റ സിജുവിനെയും ഡോണിനെയും ഗിരിയുടെ സ്വന്തം ഹോസ്പിറ്റലായ മംഗലത്ത് ഗോവിന്ദമേനോൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്. ഇവിടുത്തെ ഡോക്ടറും ഗിരിയുടെ അടുത്ത ഫാമിലി ഫ്രണ്ടാണ്. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴാണ് അവരുടെ രണ്ടുപേരുടെയും ശരീരത്തിനുള്ളിൽ എക്സ്പ്ലോസീവ് വെച്ചത്. പോലീസിന്റെ ശ്രദ്ധ തിരിക്കാനും അവരെ ഹോസ്പിറ്റലിൽ നിന്നും മാറ്റാനുമാണ് ആംബുലൻസ് അവിടെ കൊണ്ടുവന്ന് ഇടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കുന്നത്. ആംബുലൻസ് ഡ്രൈവർ ഗിരിയുടെ ഗാംഗിൽ ഉള്ള ആള് തന്നെയാണ്. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.